ഷുവർ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ബ്രിഗേഡിയർ മോഹൻപിള്ള, ഡെഫിനറ്റ്ലി ദർ വിൽ ബി സംതിങ് എന്ന് കേണൽ എസ് ടിന്നി പറയുന്നത്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്ന അതിർത്തി മേഖലകളിലൊക്കെ ഈ ദിവസം നമ്മൾ രാവിലെ മുതൽ പഹൽഗാമിൽ ഇറങ്ങിയ നമ്മൾ വാർത്താ സംഘം രാവിലെ മുതൽ ഈ അതിർത്തി മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന, പുറത്തു പറയാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, എടുക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട കാഴ്ചകൾ ഉറപ്പായും ഡെഫിനറ്റ്ലി ദർ വിൽ ബി സംതിങ് എന്ന് കേണൽ ഡിന്നി പറയുന്ന 100% ശരിയാണ് എന്ന് പറയേണ്ടി വരും. ബ്രിഗേഡിയർ എസ് മോഹൻപിള്ള, ഉറപ്പായും നമ്മുടെ ഈ പറയുന്ന അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാൻ എന്തൊക്കെയോ സന്നാഹങ്ങൾ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ എന്തൊക്കെയോ വെടിക്കോപ്പുകൾ അവിടെ നിരത്തി വെക്കുന്നുണ്ട്. സെൽഫ് പ്രൊപ്പൽഷൻ റൈഫിളോ എന്തൊക്കെയോ PL-50 അപ്പുറത്തോ അവരുടെ തീരത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ള കാര്യമൊക്കെ എടുത്ത് പേടിപ്പിക്കാൻ എന്നോണം നിരത്തി വെക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പുറത്തും ഉണ്ടല്ലോ, അത് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പുറത്തു പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും. ബ്രിഗേഡിയർ എസ് മോഹൻപിള്ള, ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇമ്മിനന്റായി എന്തോ സംഭവിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ആരുമല്ല, അത് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ്. അദ്ദേഹത്തിന് നാക്ക് സത്യമാകാൻ ഇടയുണ്ടോ ബ്രിഗേഡിയർ മോഹൻപിള്ള? ഇത് ട്രൂപ്സിൻ്റെ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ബോർഡറിൽ റേഞ്ചേഴ്സ് പുറകോട്ട് മാറിയതുമൊക്കെ അതിൻ്റെ സിംറ്റമാണ്. അതെല്ലാവർക്കും നമുക്കറിയാവുന്ന, അത് ബോർഡറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ട്രൂപ്സ് പുറകോട്ട് മാറുന്നതും അല്ലെങ്കിൽ പാക്ക് റെഗുലർ മുന്നോട്ട് വരുന്നതുമൊക്കെ. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ ഇപ്പോൾ അതായത് അതൊരു പബ്ലിക് ഒപ്പീനിയനാണ് ഇപ്പം നടക്കുന്നത്. കാര്യം എവരി ഇന്ത്യൻസ് വി ഫീൽ ദാറ്റ് ഓക്കെ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ദാറ്റ് എവരിബഡി നോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതാരും പറയില്ല, നടക്കില്ല എന്നും. അത് എപ്പോൾ എങ്ങനെയെന്നുള്ളതൊരു വിഷയമുണ്ട്. ബട്ട് ദ പ്രോബ്ലം എന്താണെന്നറിയാമോ, അതിനകത്ത് ഇപ്പം പറഞ്ഞു ഓൺലി സർവീസസ് ചീഫുമായിട്ടുള്ള മീറ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ജനറലി സർവീസ് ചീഫുമായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത് അത് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. എന്താണ് ക്ലാരിറ്റി, എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് ഔട്ട്കം, ഇതാണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നതും. ദാറ്റ് മീൻസ് ബ്യൂറോക്രാറ്റിക് ബ്രാസ് ഇല്ലാതെ അവർ തന്നെ നടത്തുമ്പോൾ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, എന്താവും നമ്മുടെ ഔട്ട്കം. യു ഹാവ് ടു ടേക്ക് എ കാൽക്കുലേറ്റഡ് റിസ്ക് ആസ് സച്ച്. ഉണ്ടാവും ഒരു പ്രശ്നം ഉണ്ടായാൽ വേഴ്സ് കം വേഴ്സ് സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ബാലോക്കോട്ട് മാതിരി ഉണ്ടാകും, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് മാതിരി ഉണ്ടാകും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ, ഐ ഓൾറെഡി ടോൾഡ്. അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹോംവർക്ക് ഓൾറെഡി ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ മാത്രം അവർ ഇത് വരാൻ പറ്റുള്ളൂ. അതുപോലെ ടെററിസ്റ്റ് ക്യാമ്പിലോട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ മേ ബി ഒരു 100, 200 or 300 കിലോമീറ്റേഴ്സ് ബൗണ്ടറിയിൽ അറ്റാക്ക് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവർ അതിനുള്ള ഹോംവർക്ക് ഓൾറെഡി തയ്യാറെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാക് ഡിഫൻസ് മിനിസ്റ്റർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഓൾറെഡി നോ. കാര്യം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തന്നെ ബീഹാറിൽ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടും എന്ന് ഓപ്പണായിട്ട് പറഞ്ഞതുകൊണ്ട് അവർക്കത് പറയുന്നത് കൊണ്ട് യാതൊരു മടിയുമില്ല. കാര്യം ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ സാധാരണഗതിയിൽ പറയാറില്ലല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ ഒരു ശബ്ദമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് അവർ തിരിച്ചു പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വിരളി പിടിച്ചു എന്നുള്ളത് സത്യമാണ്. കാര്യം ഇന്നേ വരെ ഇന്ത്യയുമായിട്ട് ആ ടെററിസ്ഥാൻ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള കമ്പാരിസൺ ഇല്ല. അവർ ഈ കമ്പാരിസൺ വെക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കണ്ടുകൊണ്ട് വാക്തർക്കങ്ങളുണ്ട്. ഇതുപോലെ ഒന്നും കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന രീതിയിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായി, അതിന് തൊട്ട് പിറ്റേന്നാൾ മുതൽ ഒരു കരച്ചിലിന്റെ സ്വഭാവത്തിൽ ഞങ്ങൾ ആണവായുധ ഭീഷണിയാണ്, ഞങ്ങളുടെ 150 അല്ലെങ്കിൽ 160 വാർഹെഡ് ഉണ്ട്, ആ വാർഹെഡ് മൊത്തം തിരിച്ചു വെച്ചിരിക്കും നിങ്ങൾക്ക് നേരെയാണ്, അവിടെ വെള്ളം തന്നില്ലെങ്കിൽ അവിടെ വെള്ളത്തിന് പകരം നിങ്ങളുടെ ചോര ഒഴുകും എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ പൊളിറ്റീഷ്യൻസ് അല്ല. അവരുടെ പ്രധാനമന്ത്രി, അവരുടെ ആഭ്യന്തരമന്ത്രി, അവരുടെ വിദേശകാര്യമന്ത്രി, അവരുടെ പ്രതിരോധ മന്ത്രി, അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ തലവന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഈ പറയുന്ന പേടി, വിരളി എവിഡന്റ് അല്ലേ ശ്രീ മോഹൻപിള്ള? ആഷ്മി, മലയാളം ചാനൽ ആയതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുക, കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല, കുരയ്ക്കത്തേ ഉള്ളൂ. ശരിക്കും കടിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇഷാര കാഫിയെ, അതാണ് സംയമനം. അത് വെച്ചിട്ട് എന്താ ചെയ്യണം എന്നുള്ളത് ഇന്ത്യൻ ആർമിക്ക് വളരെ വ്യക്തമായി, ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് വെച്ചിട്ടുള്ള ഇത് മാത്രമാണ് നമുക്ക് മെയിനായിട്ട് കാണേണ്ടത്. കാര്യം ഇപ്പോൾ നമ്മൾ ഫൂളിഷ്നെസ്, ഒരാൾ വിഡ്ഢിയായി എന്ന് പറഞ്ഞ് നമ്മൾ അതനുസരിച്ചിട്ട് തിരിച്ച് അതേ ടൈമിൽ തന്നെ ഇന്ന് തന്നെ നാളെ തന്നെ അതൊരിക്കലും ചെയ്യില്ല. ദാറ്റ് ഈസ് എ വൈസ് മാൻ സ്പിരിറ്റ് എന്ന് പറയും. അതനുസരിച്ചിട്ട് മാത്രമേ, അതായത് എക്സ്പേർട്ടായിട്ട് നമ്മൾ ഏത് ആക്ഷന് പോയി കഴിഞ്ഞാലും ദ സേഫ്റ്റി, ഹോണർ ആൻഡ് വെൽഫെയർ ഓഫ് ദി കൺട്രി അതൊന്ന്, പിന്നെ
സേഫ്റ്റി ഹോണർ ആൻഡ് വെൽഫെയർ ഓഫ് ദി മെൻ യു കമാൻഡ് ഫസ്റ്റ് കംസ് ഓൾവേസ് ആൻഡ് എവരി ടൈമാണ്. അതായത് നമ്മുടെ ഒരു മനുഷ്യൻ, ഒരു ട്രൂപ്പിലെ ഒരാൾക്ക് പോലും ഒരു കാഷ്വാലിറ്റി ഇടപെടാതെ മാക്സിമം ഗെയിൻ അവിടെ കൂടുതൽ കാഷ്വാലിറ്റി കൊടുത്തുകൊണ്ടെടുക്കുക. അതാണ് യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള കാൽക്കുലേഷൻസ് ആണ്. നമുക്കൊരിക്കലും അതിനെക്കുറിച്ചിട്ട് അതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അവർ പറയുന്ന മാതിരി 136 ന്യൂക്ലിയർ വാർ ഹെഡ് ഇന്ത്യയിലോട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വിഡ്ഢിത്തരമാണെന്നേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, കുറയ്ക്കുന്ന പട്ടി കടിക്കത്തില്ലെന്ന്. അപ്പോൾ ഇവരിതിങ്ങനെ ജൽപ്പനങ്ങളാണിത്. അവർ വിരളി പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വി ഷുഡ് നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാനുള്ളത്. കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അതായത് നഷ്ടപ്പെടാൻ നമുക്ക് കൂടുതൽ ഉണ്ടാവാം. കാര്യം നമ്മളൊരു റൈസിങ് പവറാണ്. ആ പവർ ഇല്ലാതാക്കാനായിട്ട് അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് നഷ്ടപ്പെടാൻ കമ്പയർ ടു ഇന്ത്യ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ കിടന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഓടുകയാണ്. പ്രൊവോക്ക് ചെയ്യുമ്പോൾ